തിരക്കിട്ട ഒരു ലോകക്രമത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത്. പലതരത്തിലുള്ള തിരക്കുകൾ, പലതരത്തിലുള്ള ആകുലതകൾ, പലതരത്തിലുള്ള ആശങ്കകൾ, ഇതെല്ലാം നമ്മളെ ഭരിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം അല്പസമയം മാറി ദൈവത്തിൻ്റെ പാതാരവിന്ദത്തിലിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ധ്യാനാത്മകമായി നമുക്ക് കഴിച്ചുകൂട്ടുവാൻ ലഭിക്കുന്ന ഈ ഒരു വലിയ അവസരം ദൈവത്തിൻ്റെ വലിയ ദാനവും ദൈവത്തിൻ്റെ വലിയ കൃപയും ദൈവത്തിൻ്റെ വലിയ കരുതലും സംരക്ഷണവുമാണ്. ആ നല്ല പങ്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നത് എല്ലാവർക്കും ഒരുപക്ഷെ സാധിക്കണമെന്ന് നിർബന്ധമില്ല. ആ നല്ല പങ്കിനെ തിരഞ്ഞെടുക്കുന്നവർക്കുള്ള പ്രതിഫലം അത് പലപ്പോഴും നമ്മുടെ ബോധ്യങ്ങൾക്കും നമ്മുടെ സങ്കല്പങ്ങൾക്കും നമ്മുടെ ധാരണകൾക്കുമെല്ലാം അപ്പുറമാണ്. ആ ഒരു സങ്കല്പങ്ങൾക്കും ധാരണകൾക്കും ബോധ്യങ്ങൾക്കും അപ്പുറമായിട്ടുള്ള ദൈവിക കൃപ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാം ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. പലപ്പോഴും അർത്ഥപൂർണമായ ഒരു ജീവിതം ഈ ലോകത്ത് നയിക്കുക എന്നുള്ളത് എളുപ്പമായ സംഗതിയല്ല. ഇന്നൊരു പക്ഷേ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതുമെല്ലാം ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒഴുക്കിന് വിപരീതമാണ് എന്ന് ചിന്തിക്കുകയും പറയുകയും പ്രഖ്യാപിക്കുകയും പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. നമ്മളെല്ലാം ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കുന്നവരല്ല. നമ്മളെല്ലാവരും നമ്മുടെ പൂർവികരുടെ പിന്തുടർച്ചക്കാരായി ഈ ലോകത്ത് കടന്നു വന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരുമാണ്. നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമുക്ക് നല്ല ശേഷിപ്പുകളെ അവശേഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നന്മയെ നമുക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്നലകൾ വരെ നമ്മൾ സ്വീകരിച്ച സ്വാംശീകരിച്ച കരസ്ഥമാക്കിയ നന്മയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നന്മയെ നമുക്ക് അനന്തരഗാമികൾക്ക് അനന്തര തലമുറകൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായി പര്യവസാനിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു നല്ല പോർ പൊരുതുവെന്നും വിശ്വാസം കാത്തുവെന്നും ഒക്കെ നമുക്ക് അഭിമാനത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി പറയുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. അത് കഴിയുക എന്നുള്ളത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ശക്തിയില്ലാത്തവനോ ദുർബലനോ ബലഹീനനോ ആയതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 3 സംസ്കാരത്തിൻ്റെ പ്രതിനിധിയാണ്. റോമാ പൗരത്വമുള്ള ആളാണ്. ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം അഭ്യസിച്ചവനാണ്. അതുപോലെ യവനായ പശ്ചാത്തലമുള്ള ആളാണ്. ഇതെല്ലാം ഉള്ള ആളാണ്. അറിവുള്ളവനാണ്, ശക്തനാണ്, ധീരനാണ്, ധൈര്യശാലിയാണ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം മാത്രമാണ് ഞാൻ സകലത്തിലും മതിയായവനായിത്തീരുന്നത്. ആ ഒരു ബോധ്യം നമ്മെ നിരന്തരമായിട്ട് ഭരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി നിർവഹിക്കുവാനായിട്ടും അത് പൂർത്തീകരിക്കാനായിട്ടും നമുക്ക് സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുക്കപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളും മണിക്കൂറുകളുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായിട്ടുള്ള അവസരമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ ജീവിതത്തെ രണ്ടായി വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്താണ്, പള്ളി വരുമ്പോൾ അത്
ആധ്യാത്മിക ജീവിതം അല്ലെങ്കിൽ ആത്മീയ ജീവിതം. പള്ളിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എന്താണ് ഭൗതിക ജീവിതം. അപ്പം നമ്മൾ ഇതിനെയെല്ലാം പലപ്പോഴും വേർതിരിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രം ആരംഭിക്കുന്ന ഒരു ആത്മീയ ജീവിതവും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ വ്യാവഹാരികമായിട്ടുള്ള ലോകത്ത്, വീട്ടിൽ, പ്രവർത്തനത്തിൽ, ജോലി സ്ഥലത്ത്, അയൽപക്കത്ത് ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ലൗകിക ഭൗതിക ജീവിതമെന്ന് നമ്മൾ ഒരു വേർതിരിവ് പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീകം ഭൗതികം എന്ന് രണ്ടായിട്ട് നമുക്ക് വേർതിരിച്ച് കാണുവാനായിട്ട് സാധിക്കില്ല. അവൻ്റെ എല്ലാ ജീവിതത്തിലും ആത്മീകതയുടെ അനുഭവം നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമാണ് ആ ജീവിതം പൂർണ്ണമായി തീരുന്നത്. നമ്മൾ രണ്ടായി ചിന്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള വലിയ നേട്ടങ്ങളും വലിയ സമ്പാദ്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നവരും അതിനുവേണ്ടി ഒരുപാട് നമ്മൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരുമായിരിക്കാം. എന്നാൽ ജീവിതത്തെ നമ്മൾ വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുമ്പോൾ നമ്മളെല്ലാവരും, നമ്മൾ സാധാരണ പാടാറുണ്ടല്ലേ, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം എന്ന് നമ്മൾ പാടാറുണ്ടല്ലേ. നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് അത് ചിന്തിക്കാറുണ്ടോ? നമ്മൾ അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ ആരെങ്കിലും ഇവിടെ നമ്മുടെ ആരുടെയെങ്കിലും സ്വന്തം, നമ്മളെന്നാ പറയണത്, നാം ഇവിടെ പരദേശ വാസികളാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ദേശം എവിടെയാണ്? നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ആ സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മളൊരു ഹ്രസ്വകാലം, ഒരു ചെറിയ കാലഘട്ടം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് എങ്ങോട്ട് കടന്നു പോകേണ്ടവരാണ്? നമ്മൾ എവിടെ നിന്നാണ് വന്നത് അവിടേക്ക് നമ്മൾ പോകേണ്ടവരാണ്. അപ്പോൾ നമ്മൾ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ആര്? ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പം അതാരാ അറിഞ്ഞ? ദൈവം. അമ്മയുടെ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായി കഴിഞ്ഞാൽ, സാധാരണ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ കൊച്ചാണാണോ പെണ്ണാണോ, എല്ലാ അവയവങ്ങളും ഉണ്ടോ എല്ലാം അറിയാൻ പറ്റുമോ? ഒരു ചെറിയൊരു പൊട്ട് പോലെ കാണും. എന്നിട്ട് പറയും പ്രഗ്നൻ്റ് ആണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എത്രയോ ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി പൂർണ്ണ വളർച്ചയിലെത്തുന്നത്. ആ കുട്ടി പൂർണ്ണ വളർച്ചയിലെത്തി ആ കുട്ടി പ്രസവിച്ച് ഈ ലോകത്ത് വീണ് അത് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമ്മുടേതായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സമ്പാദിക്കാനും ജോലിയെടുക്കാനും ഒക്കെ ആരംഭിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു 70-80 വയസ്സ് പ്രായമുള്ള ഒരാൾ ഈ ലോകത്ത് ജീവിക്കുന്ന എത്ര ദിവസമുണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 70-80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ എത്ര ദിവസം ജീവിക്കുന്നുണ്ട്? ഒരു 30,000 ദിവസത്തിൽ താഴെയുള്ള ദിവസം ജീവിക്കുന്നുള്ളൂ. ഈ 30,000 ദിവസത്തിൽ താഴെയുള്ള ദിവസം ജീവിക്കുന്നതാണ് നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത് വളരെ ചെറിയ കാലഘട്ടമാണ്. അതിൽ നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സമ്പാദിക്കാനും ആരോഗ്യത്തോടുകൂടി നടക്കാനുമൊക്കെ കഴിയുന്നതും അതിനേക്കാൾ ചെറിയൊരു കാലഘട്ടം മാത്രമാണ്. അപ്പം നമ്മളെക്കുറിച്ചും നമ്മുടെ പരിമിതികളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നോക്കുവാനും ആ ദൈവത്തിൻ്റെ ആ വലിയ അവർണ്ണനീയമായിട്ടുള്ള പ്രാഭവത്തെ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. അപ്പം അവിടെയെല്ലാം ഈ ചെറിയ കാലഘട്ടം ഒരു റിലേയിൽ ഓടുന്നവനെ പോലെയാണ്. ആ ചെറിയ ദൂരം ഓടി ആ സ്റ്റിക്ക് മറ്റൊരാൾക്ക് കൈമാറുന്നത് പോലെ നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ പാർട്ട് നമുക്ക് ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. അത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. നമ്മളെപ്പോഴും ചിന്തിക്കും, പള്ളി പോകാത്തവനും പ്രാർത്ഥിക്കാത്തവനും ഇഷ്ടംപോലെ പൈസയുണ്ട്, വലിയ കാറുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്, സുഖമായിട്ട് അവൻ ജീവിക്കണം. പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എനിക്ക് കഷ്ടപ്പാടും ദുരിതവും കടവും ബാധ്യതയും രോഗവും ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മനസ്സിലെ ചിന്തയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരാളെ സംബന്ധിച്ച് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല.
കാരണം എന്താണ്? ഒരാളെ പോലെ മറ്റൊരാളുണ്ടോ? ഉണ്ടോ? ഒരാളെ പോലെ മറ്റൊരാളുണ്ടോ? നമ്മൾ സാധാരണ ഈ ഡോക്യുമെന്റേഷനൊക്കെ ഉണ്ടല്ലോ, ആധാർ എഴുത്തൊക്കെ, ഇതൊക്കെ ചെയ്യുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് നമ്മുടെ തമ്പ് ഇംപ്രഷൻ എടുക്കൂല്ലേ, ഒരു മഷിയിൽ തൊട്ടിട്ട് നമ്മുടെ കൈ തന്തവിരൽ, അതെന്തിനങ്ങനെ എടുക്കണേ? എന്തിനങ്ങനെ എടുക്കണേ? കാരണം നമ്മുടെ തമ്പ് പോലെ മറ്റൊരാൾക്കില്ല, അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നത്. നമ്മൾ വിദേശ യാത്രക്കൊക്കെ പോകുമ്പോൾ ഇമിഗ്രേഷൻ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും കണ്ണിങ്ങനെ നോക്കും, കണ്ണിന്റെ കൃഷ്ണമണിയില്ലേ നോക്കാറില്ല. എന്തിനാ നോക്കണേ? അങ്ങനെ വേറെ ആളില്ല. ഇപ്പൊ നമ്മുടെ തമ്പും നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയും നമ്മുടെ ശരീരം, ഇതെല്ലാം നമുക്ക് മാത്രമേ ഉള്ളൂ, നമ്മളെപ്പോലെ അങ്ങനെ മറ്റൊരാളില്ല. അപ്പോ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടീസ്, അതെല്ലാം ഡിഫറൻ്റാണ്, വ്യത്യസ്തമാണ്. പരിസരങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആകുലചിത്തരാകേണ്ടതോ ആശങ്കപ്പെടേണ്ടതോ ആയിട്ടുള്ള കാര്യമില്ല. പത്രോസ് അപ്പോസ്തലൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാന് എന്ത് സംഭവിക്കും? കർത്താവിനോട് എന്താണ് മറുപടി പറയണത്? അതിനെക്കുറിച്ച് നീ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പരിതസ്ഥിതികളിൽ, വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ ഒക്കെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം അറിഞ്ഞു തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ചില ആളുകൾ നമുക്കറിയാം, നമ്മൾ കാണാറുണ്ട്, പത്രത്തിൽ വായിക്കാറുണ്ട് അല്ലേ, 2 കൈയുമില്ലാത്ത ആള് കാലുകൊണ്ട് ചിത്രം വരയ്ക്കുന്നു അല്ലേ. 2 കാലും കൈയുമില്ലാത്ത ആളുകൾ ഒരു 2 കൈയും കാലും ആരോഗ്യമുള്ള ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ പത്രത്തിലൊക്കെ വളരെ അപൂർവമായിരിക്കാം ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കത് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷെ നമുക്ക് 2 കൈയും കാലും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് ചിലപ്പോൾ നിരാശപ്പെട്ടു പോകും. പക്ഷെ 2 കൈയും കാലും ഇല്ലാത്ത ഒരാൾ അവിടെ ജനിക്കപ്പെടുമ്പോൾ അവന് കൊടുക്കാനുള്ള, അവന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചില സ്ത്രീകൾ ചെറുപ്പത്തിൽ വിധവകളായി തീരാറുണ്ട്. ചിലപ്പോൾ ആ ഭർത്താവ് ഉള്ള സമയത്ത് അവർ വളരെ ശാന്തമായി, സൗമ്യമായി, അല്ലെങ്കിൽ അവർക്ക് വലിയ കഴിവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഭർത്താവിൻ്റെ മരണപ്പെട്ട് കഴിയുമ്പോൾ ആ സ്ത്രീക്ക് നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ശക്തിയും കഴിവും സാമർഥ്യവും ധൈര്യവും തൻ്റെ ഇടവും അല്ലെങ്കിൽ ഒരു നേതൃത്വ പാഠവും ഒക്കെ ആയിട്ട് മക്കളെ പഠിപ്പിച്ച് വളർത്തി അവരെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കും ഒരു പക്ഷെ അവർക്കൊരു ദുഃഖമല്ലേ, ദുരിതമല്ലേ അവരുടെ ജീവിതത്തിൽ. പക്ഷെ ചില ആളുകളെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പുതുപ്പള്ളി പള്ളിയിൽ ഒത്തിരി ഇടവക്കാരുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. അപ്പൊ ഒരാൾക്കൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരാളെ മാത്രമേ ഏൽപ്പിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് കഷ്ടതകളും വേദനകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മെക്കുറിച്ച് കർത്താവ് അത്രമാത്രം കോൺഫിഡൻ്റ് ആണ്. നിനക്കത് ഏറ്റെടുക്കാൻ സാധിക്കും, നിനക്കത് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളൊരു ബോധ്യം നമുക്കറിയാം. നമ്മളൊരു ഓഫീസിൽ ഒരു കമ്പനികളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരൊരാൾക്കൊരു ഡ്യൂട്ടി അസൈൻ ചെയ്യുമ്പോൾ ഒരു കഴിവില്ലാത്തവനെ കൊണ്ട് ഡ്യൂട്ടി ഏൽപ്പിക്കൂ. അപ്പൊ അവർക്കൊരു ബോധ്യം ഉണ്ടാവണം, ഇന്ന ആളെ ഇന്ന ചുമതല ഏൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കും, അവന് കോമ്പിറ്റൻ്റ് ആണ് എന്ന് ചിന്തിക്കുന്നവർക്കാണ് ആ ജോലി ഭരമേൽപ്പിക്കുന്ന ആള് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ ആ തൊഴിൽ അവനോട് ചെയ്യാനായിട്ട് ഉത്തരവാദിത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായിട്ടുള്ള ചുമതലകളിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാശത്തിനും. പക്ഷെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? എവിടെയാണ് നമുക്കൊരു ഒരു കോൺട്രഡിക്ഷൻ, ഒരു അസമാധാനത്തിന്റെ, അസംതൃപ്തിയുടെ അല്ലെങ്കിൽ രോഗാതുരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എവിടെയാണ്? ദൈവം ഡിസൈൻ ചെയ്ത്
ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഒന്നാണ്. അത് നമ്മളെ കൃത്യമായി അനലൈസ് ചെയ്തിട്ടാണ്. നിന്റെ ശക്തി എന്താണ്, നിന്റെ ബുദ്ധി എന്താണ്, നിന്റെ കഴിവെന്താണ്, നിന്റെ ജോലിയുടെ സ്വഭാവം എന്താണ്, പരിസരങ്ങൾ എന്താണ്, പശ്ചാത്തലം എന്താണ്, ഇതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ദൈവം തമ്പുരാൻ നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും വ്യതിചലിച്ച് പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. നമുക്കറിയാം, ചിലപ്പോൾ ചില കുട്ടികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും അവന് ഡോക്ടറാക്കണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ ചില മേഖലകളിലോടാണ് അവൻ താല്പര്യം. പക്ഷെ അപ്പനും അമ്മയും ചിന്തിക്കുന്നു അവൻ ഡോക്ടറാകണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്ത സാഹചര്യം എൻ്റെ മക്കളിലൂടെ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അവരെ പ്രഷറൈസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് അതുമായിട്ട് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. അവർ വലിയ നിരാശയിലേക്കായി പോകും. ഒരുപക്ഷെ അവർ പഠിക്കുമായിരിക്കാം, പാസ്സാകുമായിരിക്കാം, ഡോക്ടറാകുമായിരിക്കാം, ആ തൊഴിൽ അവർക്ക് ലഭിക്കുമ്പോൾ, പക്ഷെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ആ ജോലിയിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവിടെയെല്ലാം സംഭവിക്കുന്നതാണ്, ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും ഡിസൈനും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള ഒരു ത്വര അത് ഈ ലോകത്തിന്റെ സാഹചര്യം നമുക്ക് നൽകുന്നതാണ്. ആ ലോകം നൽകുന്ന സാഹചര്യത്തെ ക്രിയാത്മകമായി കൺസ്ട്രക്റ്റീവായി പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് യേശു തമ്പുരാൻ പിതാവാം ദൈവത്തോട് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണമെന്നല്ല, പക്ഷെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണം. എന്ത് വേണ്ടിയിട്ടാണ്? കാരണം ഇവർ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലൗകികരല്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ലോകം ജീവിക്കാൻ അനിവാര്യമാണ്, പ്രതലം ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ സ്വാധീനത്തിലേക്ക് നമ്മൾ ആകൃഷ്ടരായി പോകുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. അപ്പോൾ ആ ലൗകിക സ്വാധീനത്തിലേക്ക് ആകൃഷ്ടരായി പോകാതിരിക്കാൻ ആ പൈശാചികമായിട്ടുള്ള ആ പ്രലോഭനത്തിൽ നിന്ന്, വശീകരണത്തിൽ നിന്ന് ഇവരെ കാത്തു രക്ഷിച്ചു കൊള്ളണമേ എന്നാണ് ആര് പ്രാർത്ഥിക്കുന്നത്? യേശുവമ്പരെ പിതാവാം ദൈവത്തോട് തൻ്റെ ശിഷ്യ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലോകത്തിൻ്റെതല്ലാതായി തീരാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. നമ്മൾ ആത്മീകവും ഭൗതികവും എന്ന് പലപ്പോഴും വേർതിരിക്കാറുണ്ട്. നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, നാട് ഓടുമ്പോൾ നടുവേ ഓടണം. അത് നമ്മുടെ ഒരു സാധാരണ ഒരു ഫ്രേസാണ്. ആ ഒരു ചിന്താഗതി നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ കുട്ടികളെയൊക്കെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ജെൻസി, ജെൻ ആൽഫ, ജെൻ അങ്ങനെയൊക്കെ പറയാം. കാരണം 1997 ശേഷം ജനിച്ച് ഇത്ര വർഷം വയസ്സ് വരെ ജീവിച്ച ഒരു ജെൻസി, അത് കഴിഞ്ഞിട്ട് ജെൻ ആൽഫ, ജെൻ അങ്ങനെ ഓരോരോ കാറ്റഗറി ചെയ്യാറുണ്ട്. അപ്പം അത് പലപ്പോഴും പല ആധികാരികമായി പല ആളുകൾ സംസാരിക്കാറുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെ കൃത്യമായ ഒരു വർഷം 1997 തൊട്ട് 2015 വരെ ജീവിച്ച കുട്ടികൾ ജെൻ ആൽഫ അല്ല ജെൻസിയും മറ്റത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ 96 ജനിച്ച കുട്ടികൾ നേരെ ഇപ്പുറത്തെ ഒരു കാറ്റഗറി പോയില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഇന്ന് പല ആൾക്കാർക്കും കാറും ബൈക്കും ഒക്കെ ഉണ്ട്. ഒരു കാറ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഇറങ്ങുന്നത് എന്താ? ഒരു 15 വർഷത്തിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? 15 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ടെസ്റ്റ്, പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പിന്നെ അതിന് 5 വർഷത്തേക്ക് റിന്യൂ ചെയ്തെടുക്കുന്നത്. പക്ഷെ ഈ 15 വർഷം ഒരു കാറ് മേടിച്ച് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിച്ചിട്ട് 15 വർഷം കൃത്യമായി ആ ബൈക്ക് പരിപാലിച്ച് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? ഇനി സ്ത്രീകളാണെങ്കിൽ ഒരു കല്യാണത്തിന് 1000 രൂപയുടെ, 1500 രൂപ, 2000 രൂപയുടെ, ഇനിയിപ്പോൾ ഓരോരുത്തർ സാമ്പത്തിക സ്ഥിതി 10,000 50,000 ഒക്കെ മേടിക്കും. ഞാൻ പറയുന്നത്, ഞാൻ ചെറിയ ചെറിയ കണക്കുകൾ പറയുന്നു.
ഇത് മേടിച്ചാൽ നിങ്ങൾ എത്ര പ്രാവശ്യം വസ്ത്രം എടുക്കാറുണ്ട്? എത്ര പ്രാവശ്യം എടുക്കാറുണ്ട്? ചുരിദാറാകട്ടെ, സാരി ആകട്ടെ, ഇനി ഉടുപ്പ് എന്താകട്ടെ, ചെരുപ്പാകട്ടെ, ഇനി ഓർണമെന്റ്സ് സ്വർണ്ണമാകട്ടെ, നിങ്ങൾ എത്ര നാളിത് യൂസ് ചെയ്യാറുണ്ട്? നമ്മളൊരു കല്യാണം, ഇപ്പോൾ ഒരാഴ്ച ഒരു കല്യാണം, അപ്പൊ അടുത്ത ഒരു ബന്ധുവിന്റെ കല്യാണം, അടുത്ത ആഴ്ച, അടുത്ത മാസം, അപ്പൊ അതിനുവേണ്ടി നമ്മൾ പുതിയ സാധനം മേടിക്കുകയാണ്. ഈ വസ്ത്രത്തിന് കുഴപ്പമുള്ളതുകൊണ്ടാണോ? കുഴപ്പമുള്ളതുകൊണ്ടാണോ? അല്ല. നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. എന്ത്? അത് ഈ ലോകത്തിന്റെ ഒരു പ്രലോഭനമാണെന്ത്? ഇതിട്ടുകൊണ്ട് പോകുന്നത് എൻ്റെ ഫാഷൻ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് മറ്റുള്ളവരുടെ ധാരണകൾക്ക് ചില ന്യൂനതകൾ ഉണ്ടാക്കും എന്നുള്ളൊരു പൊതുധാരണ ഈ ലോകം നമുക്ക് തരികയാണ്. അത് വളരെ കൃത്യമായി, വളരെ ശാസ്ത്രീയമായി, വളരെ മനഃശാസ്ത്രപരമായി നമ്മിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുകയാണ്. അതാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഇവർ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെതല്ലാതായിരിക്കുവാനും, ലോകത്തിൽ ജീവിക്കുമ്പോഴും ദുഷ്ടന്റെ കയ്യിൽ അവർ അകപ്പെടാതിരിക്കുവാനും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രലോഭനങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മളെ വശീകരിക്കുന്ന ശക്തികളുടെ ആവിർഭാവം, ഉത്ഭവം എവിടെ നിന്നാണ്? അതിനെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് ജാഗ്രത ഉണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ ഉണർവുള്ള ദാസന്മാരെ പോലെ ആയിരിക്കണം, നിങ്ങൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ഏത് സമയത്താണ് ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ജാഗ്രത ഉണ്ടാകണമെന്നുള്ളതാണ്. അത് നമ്മൾ ഉറങ്ങാതിരിക്കണമെന്നല്ല. ആ ജാഗ്രത നമ്മളെ ഭരിക്കുമ്പോൾ, അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. നമ്മൾ ഇന്ന് പലപ്പോഴും കഴിഞ്ഞ ദിവസവും ഒരു വിവാഹ സൽക്കാരത്തെക്കുറിച്ച് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചാണ് കല്യാണം നടത്തുന്നത്, ഇന്ന ഹോളിൽ വെച്ചാണ് അതിൻ്റെ റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇന്ന കാറ്ററിംഗ് ടീമിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ കാറ്ററിംഗ് ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്? അവരുടെ പെക്യൂലിയാരിറ്റീസ് ഒക്കെ പറഞ്ഞു. അവർ ഇന്ന ഫുഡ് കൊടുക്കും, ഇന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പറഞ്ഞു. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോൾ പണ്ടൊക്കെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഭക്ഷണം എന്തായിരുന്നു? ഞാൻ പറഞ്ഞൊരു 90 ആ സമയത്തേക്കുള്ള, ഇനിയിപ്പോൾ 2000 വരെയോ ഒക്കെ പറഞ്ഞു. എന്തായിരുന്നു ഭക്ഷണം? സാധാരണ ഞാൻ ഇവിടെ മുളന്തുരുത്തി വെട്ടിക്കലാണ് എൻ്റെ സ്വദേശം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണത്തലേന്ന് ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. കല്യാണത്തലേന്ന് മധുരം വെപ്പെന്ന് പറഞ്ഞൊരു പരിപാടിയിൽ, ഇപ്പം ഞായറാഴ്ചയാണെന്നൊക്കെ പൊതുവെ കല്യാണം നടത്താറ്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം എന്താണ്, ബന്ധുക്കളും ആൾക്കാരൊക്കെ കൂടി വരും. അത് കഴിഞ്ഞിട്ട് ഈ ചെറുക്കനാണ്, മണവാളനാണെങ്കിൽ മണവാളിന്, മണവാട്ടിക്കാണെങ്കിൽ മണവാട്ടിക്ക് മധുരം കൊടുക്കും. മധുരം കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവർക്കും അത്താഴത്തിനൊരു ഊട് കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കല്യാണമാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടും അതിൻ്റെ കൂടെ ചിലപ്പോൾ തലേ ദിവസം ചിലപ്പോൾ പാനിയും പഴമൊന്നും ഉണ്ടാവില്ല, പിറ്റേ ദിവസം പാനിയും പഴവും ആഡ് ചെയ്യും. അതുപോലെ തന്നെ തലേ ദിവസം ബീഫോ ഉള്ളെങ്കിൽ പിറ്റേ ദിവസം ചിക്കനും കൂടി കൂട്ടി കൊടുക്കും. അപ്പോൾ അതായത് ചോറ്, തലേ ദിവസമാണെങ്കിൽ ചോറ്, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പറയുമ്പോൾ പോത്തിറച്ചി മപ്പാസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പറയും പിന്നെ മറ്റേ മീൻകറി, കാളൻ, തോരൻ, ചർലാസ്, അച്ചാർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിറ്റേ ദിവസം അതിൻ്റെ കൂടെ ചിലപ്പോൾ ചിക്കനും കൂടി കൂട്ടിക്കൊടുക്കും. ഒരു സ്പെഷ്യൽ, അല്ലെങ്കിൽ വിരുന്നുകാരെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സ്ക്വാഷോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് നമ്മളത് പറയും, ചിലപ്പോൾ നമ്മളിത് പറയും, നമ്മൾ ഒത്തിരി അപ്ഡേറ്റഡ് അല്ല, നിങ്ങളൊട്ടും ഇന്നത്തെ കാലഘട്ടവുമായിട്ട് കണ്ടംപററി വേൾഡുമായിട്ട് ഒട്ടും ഇതില്ല എന്നൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ പറയും. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ എത്രയാണ്? 5 കോഴ്സ്, 7 കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോഴ്സുകളുടെ എണ്ണം കൂടുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ വേറെ എന്തെങ്കിലും, പിന്നെ കുറച്ച് സ്റ്റാർട്ടർ, പിന്നെ അതിൻ്റെ മെയിൻ കോഴ്സ്, പിന്നെ അതിൻ്റെ ഡെസേർട്ട്, പിന്നെ ഫ്രൂട്ട്, പിന്നെ കുറച്ച് സാലഡ്, പിന്നെ അങ്ങനെ ഒരു മനുഷ്യന് ഒരു ആഴ്ച കൊണ്ട് തിന്നു തീർക്കാൻ പറ്റാത്ത സാധനങ്ങൾ അവിടെ ഒരുക്കി വയ്ക്കുവാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1000 പേരുടെ ഒരു പരിപാടി നടത്തുന്നു,
1000 പേരുടെ പരിപാടിക്ക് ഒരു 10, 12, 20 ഐറ്റം ഒരാൾക്ക് കഴിക്കാൻ പാകത്തിന് വെക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ റേറ്റ് ഇടുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ റേറ്റ് ചെയ്യണ 1000 പേർക്കും ഈ 12 ഐറ്റം കഴിച്ചു, അത്ര 1000 പേർക്കുള്ള സാധനം അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ഞാൻ ആരും ആ ബിസിനസ് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോൾ എന്നെ ഒന്നും പറയരുത്, ഞാൻ അതൊന്നും അല്ലാട്ടോ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാവരും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. അത്രയും ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാൻ സാമ്പത്തികമുള്ളവർ കൊടുത്തോട്ടെ, അത് കഴിക്കുന്നവർ കഴിച്ചോട്ടെ. പക്ഷെ അത് വേസ്റ്റാക്കി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി, ചില കാറ്ററിങ് ചെയ്യുന്ന ആളുകൾ ഈ ഭക്ഷണങ്ങൾ മുഴുവൻ കൊണ്ടുപോയി വേസ്റ്റിൽ തള്ളുന്ന ദയനീയമായ, ഒരു ദിവസം കഴിയുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ആ വേസ്റ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ദയനീയമായ കാഴ്ച കാണാനിടയായി. അവിടെയാണ് നമ്മുടെ അനീതി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, നമ്മൾ ഈ സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്ന ഭക്ഷണം ഒരു കംപ്ലീറ്റ് മീലാണ് അല്ലേ. ഇപ്പം അപ്പവും ചിക്കൻ കറിയും കൊടുത്തു. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന അപ്പവും ചിക്കൻ കറി ഒരു ചായയും കൊടുത്താൽ കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. അത് ഉച്ചയ്ക്ക് ചോറുന്നതിന് മുമ്പ് അപ്പവും ചിക്കൻ കറി ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി അത് കൊടുക്കും. പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറ് കൊടുക്കും. പിന്നെ അവിയൽ, സാമ്പാർ ഇതൊക്കെ കൊടുക്കും. പിന്നെ വേറെ ഇതൊക്കെ കൂടി ഒരാൾ കഴിക്കുമോ? ഇനി പണ്ടത്തെ കാലത്താണെങ്കിൽ ആൾക്കാർക്ക് വിശപ്പുണ്ടായിരുന്നു, അധ്വാനം ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ആളുകൾ ഡയറ്റിങ്, ഷുഗർ കട്ട് എന്ന് വേണ്ട ഇല്ലാത്ത എല്ലാ പരിപാടിയും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മൾ ഇത്തരം ഈ ധൂർത്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ദൈവത്തെ പ്രീണിപ്പിക്കാനോ ദൈവത്തെ ബോധ്യപ്പെടുത്താനോ അല്ല, ഈ ലോകത്തെയും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു പല ആൾക്കാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവിടെയെങ്കിലും നമുക്കൊരു നീതിബോധം നമ്മൾ സമ്പാദിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ലോകത്ത് ഇന്നും ദാരിദ്ര്യവും പട്ടിണിയും നിരവധി ആൾ, നമ്മൾ ഗാസയിലെ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആളുകൾ, കുഞ്ഞുങ്ങൾ പോഷകാഹാരമില്ലാതെ പട്ടിണി കിടന്ന് ജീവിക്കുന്ന ആൾക്കാർ. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകണ്ട കേട്ടോ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഗാസയിലേക്കും പോകണ്ട, ആഫ്രിക്കയിലേക്കും പോകണ്ട, സോമാലിയയിലേക്കും പോകണ്ട, ഇവിടെ ഒന്നും പോകണ്ട. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എന്തോരം ആൾക്കാരാണെന്നറിയോ നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ, രുചികരമായി ഒരു ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ ജീവിക്കുന്ന നിരവധി ആളുകൾ നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. നമ്മുടെ കൈയെത്തുന്ന ദൂരത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് കർത്താവ് യേശു തന്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ, ആദ്യമായി കർത്താവ് പറഞ്ഞയച്ചപ്പോൾ അവരോട് പറഞ്ഞെന്താണ്? നിങ്ങൾ ജാതികളുടെ ഇടയിൽ പോകാതെയും ശമരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കലെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കയ്യെത്തുന്ന ദൂരത്ത് ഉള്ള ആൾക്കാരുടെ അടുക്കിലേക്ക് പോകാനാണ് പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമീപത്ത്, നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ കൂടെ തന്നെയുള്ള പല ആൾക്കാർക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പല വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുമായിരിക്കാം. അവർക്ക് ആരോഗ്യമില്ലേ, അവർക്ക് മറ്റ് പല സൗകര്യങ്ങളുമില്ലേ, നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടല്ലേ അവർ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നൊരു സ്ഥാപനമുണ്ട്. അതായത് പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് തികച്ചും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കും. ഇപ്പം അവിടെ ഒരു കുടുംബം, ഒരു വ്യക്തി ഡയാലിസിസിന് വേണ്ടി വന്നു. അദ്ദേഹം ഏതാണ്ട് 37 വർഷക്കാലത്തോളം ഗൾഫിൽ ജോലി ചെയ്തയാളാണ്. ഗൾഫിൽ ജോലി ചെയ്ത് ആ കിട്ടിയ സമ്പാദ്യം കൊണ്ട് നാട്ടിൽ സ്ഥലം മേടിച്ച് വീടൊക്കെ വെച്ചു, വളരെ ഭംഗിയായി ജീവിച്ചു കൊണ്ടിരുന്നു. എന്തോ നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങി അദ്ദേഹത്തിന് ജോലി ചെയ്യണം, എന്തോ ബിസിനസ് ആയിരിക്കാം എന്നാണ് അദ്ദേഹം ആ വീടും സ്ഥലവും എല്ലാം വിൽക്കേണ്ടി വന്നു. ബാങ്ക് ലോൺ വന്ന് ജപ്തിയായിപ്പോയി. വാടക വീട്ടിലേക്ക് മാറി. അദ്ദേഹമുണ്ട്, ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. വാടക വീട്ടിൽ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിന് കിഡ്നി രോഗം പിടിപെട്ടു. 2 കിഡ്നികളും ഫെയിലിയറായി. ഡയാലിസിസ് നിർദ്ദേശിക്കപ്പെട്ടു. ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അതിന് 2000 രൂപയോളം ചെലവ് വരും. അപ്പം അങ്ങനെയാണ് നമ്മുടെ സെൻറ്ററിൽ വരാനായിട്ട് ഇടയായത്. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മാന്യനായ, അല്ലെങ്കിൽ മാന്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ട് അദ്ദേഹം വസ്ത്രം ധരിച്ചാണ് വരുന്നത്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞ ഒരു നമ്മളൊരു പാവപ്പെട്ട ആളെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് നമുക്ക് തോന്നില്ല. അദ്ദേഹത്തിന് ഭാര്യയെ കണ്ടാൽ തോന്നില്ല.
മക്കളെ കണ്ടാൽ തോന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരാളോട് നമ്മളിപ്പോൾ ഒരാളെ ഒന്നും അങ്ങനെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ വളരെ അപ്പോൾ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒരുപാട് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ആംബുലൻസ് കയറ്റി നിയർ ബൈ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ആൾക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലുണ്ടായി. അപ്പോൾ അവിടെ സിസ്റ്റർ എന്നോട് ഒന്ന് പറഞ്ഞു, അച്ഛാ ഈ ചേട്ടനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം, അല്ലാണ്ട് ചിലപ്പോൾ റിസ്ക് ആണ്, വേറെ പ്രശ്നം കാർഡിയാക് അറസ്റ്റൊക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കൊണ്ടൊരു മകനുമുണ്ട്. ഇവരെൻ്റെ അടുത്ത് വന്നിട്ട് തൊഴുകൈകളോടെ നിന്നുകൊണ്ട് കരഞ്ഞ് എൻ്റെ കാല് പിടിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞു, അച്ഛാ ചാച്ചനെ ആശുപത്രി ഇട്ടിട്ട് മാറ്റില്ലേ അച്ഛാ, എങ്ങനെയെങ്കിലും ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറയാൻ പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യും. കാഷ്വാലിറ്റിയിൽ നേരെ ICUയിലേക്ക് മാറ്റും. അവിടെ ചെല്ലുമ്പോൾ കൊടുക്കാൻ പൈസയില്ല. പെട്ടെന്ന് പറയുമ്പോൾ 10-20,000 രൂപ ഒരു പെർ ഡേ അത്രയും രൂപ വെച്ച് വരും. ഒരാഴ്ചയെങ്കിലും അവിടെ കിടക്കേണ്ടി വരും. എത്ര രൂപ വരും? വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു വാടക വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. മറ്റൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവരെ പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല മാന്യരായ വ്യക്തികൾ, മാന്യമായ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നു. പക്ഷേ അവരുടെ സങ്കടം, അവരുടെ വ്യാകുലത, അവരുടെ പട്ടിണി, ദാരിദ്ര്യം അത് പുറമേ പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവർ മാന്യമായി ജീവിച്ചവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദുരിതം അനുഭവിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, പട്ടിണിയായിട്ടുള്ളവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. നമ്മൾ ആരും അതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല. നമ്മൾ ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും തട്ടുകേട് പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പക്ഷെ മനസ്സിലാക്കിയാൽ പോലും അവർക്ക് വേണ്ടി വ്യയം ചെയ്യുവാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും വിട്ടുകൊടുക്കുവാനോ നമ്മൾ തയ്യാറാകാതിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്വകാര്യമായ സ്വാർത്ഥമായ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ അതിനെയൊക്കെ നീതീകരിക്കുകയാണ്. നമ്മളത് ചെയ്യാതിരിക്കുന്നത് തെറ്റാണെന്ന് നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ആ മനസാക്ഷിയുടെ മന്ത്രണത്തെ പോലും കേൾക്കാതെ നമ്മൾ അതിനു വേണ്ടി വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുകയാണ്. അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെ അവർ ഇന്നത് ചെയ്തത് കൊണ്ടല്ലേ, അല്ലെ അങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ലേ എന്നൊക്കെ നമ്മൾ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മെ വശീകരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് കണ്ടെത്തപ്പെടുവാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓരോ ആരാധനയും ഓരോ കൂടിവരവും, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ പൊതുവായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരും ഒരു ഇൻഡിവിജ്വലാണ്. നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതല്ല. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ സ്വന്തം കാലയിൽ എണിച്ചിങ്ങനെ അമ്മയുടെ വയറ്റിൽ നിന്ന് എണിച്ചേക്ക് പോരുവാണ് ചെയ്തേ. അങ്ങനെ പോകുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇനി മരിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പോയിട്ട് ഇവിടുത്തെ കലറയിലോ കുഴിമാടത്തിലോ പോയി കിടക്കുവാണോ? ആണോ? അല്ലല്ലോ. നമ്മൾ എത്ര പേര് കൂടിയാ. ഞാനൊരിക്കൽ എൻ്റെ ഇടവപ്പള്ളിയിൽ അതൊരാൾ എനിക്കറിയത്തില്ല, ഇവിടെ വല്ല റിലേഷനുള്ള ആൾ ഗൾഫിൽ വെച്ചാണ് മരിച്ചത്. ബോഡി കൊണ്ടുവന്നു, അടക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ റിലേറ്റീവ്സ് എല്ലാം വളരെ ഹൈ ഒഫീഷ്യൽസാണ്. ഇപ്പം ആംബുലൻസിൽ നിന്ന് ബോഡി പെട്ടിയും ഇറക്കി. അതിപ്പോൾ ആംബുലൻസിൽ ഇപ്പോൾ ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഈ നേരെ ഇറക്കി വെക്കാം. നമുക്ക് ഇറക്കി വെപ്പോൾ ഈ മക്കളും ബന്ധുക്കളും അവരുടെ കസിൻസൊക്കെ ഇങ്ങനെ നല്ല ടിപ്പ് ടോപ്പായിട്ട് സ്യൂട്ട് കോട്ട് ടൈ ഒക്കെ കെട്ടി ഇങ്ങനെ കൈ പുറകെ കെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. പെട്ടി തന്നെ ഇറങ്ങി പള്ളിയിട്ട് പോരുമോ? ഒന്ന് അവർക്ക് ഇത് പെട്ടിയെടുക്കാൻ അറിയില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനവിടെ നിന്നിട്ട് ആ പള്ളിയിലുള്ള സാധാരണക്കാരായ ചേട്ടന്മാരോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് വന്ന് ഈ പെട്ടിയെടുത്ത് പള്ളിയിട്ട് വെക്കാൻ പറഞ്ഞു. പൈസയുണ്ട്, വലിയ വലിയ സംവിധാനമുണ്ട്. അവസാനം ഈ ആംബുലൻസിൽ വന്ന പെട്ടി അവിടെ നിന്ന് എടുത്ത് പള്ളിയിലേക്ക് വെക്കണമെങ്കിൽ വേറെ ആൾക്കാർ വേണം. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു മനുഷ്യന്റെ ഭാഗ്യാവസ്ഥ നിർണയിക്കപ്പെടുന്നത് അവന്റെ മൃതശരീരം കല്ലറയിലേക്ക് ഇറക്കുമ്പോൾ ആ കയറൊന്ന് പൊട്ടിപ്പോകുന്നത് പോലും അവന്റെ ദൗർഭാഗ്യമാണെന്നാണ് പഴമക്കാർ വിലയിരുത്തുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ നിർഭാഗ്യങ്ങൾ നിർണയിക്കപ്പെടുന്നത്
അവന്റെ ആ കുഴിമാടത്തിലേക്ക് അവസാനത്തെ തരി മണ്ണിടുന്നത് വരെ നമ്മൾ ചിന്തിച്ചിരിക്കണം. അതുവരെ ഒരുവൻ ഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്ന് നിർണയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായി നമുക്കൊന്ന് നോക്കിക്കാണുവാൻ, സമഗ്രമായി നമുക്കൊന്ന് വിലയിരുത്തുവാനായിട്ട് സാധിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? എൻ്റെ വിളി എന്താണ്? എൻ്റെ നിയോഗം എന്താണ് എന്ന് ആദ്യമായി ബോധ്യപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും പലരുമായി കമ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്ന കോളിംഗ് അല്ല, വിളിയല്ല നിനക്കുള്ളത്. നിന്റെ സഹോദരന് പോലും കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമായിരിക്കില്ല നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ 5ഉം 6ഉം മക്കളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഏറ്റവും ഇളയ മകൻ്റെ കൂടെയായിരിക്കും കാരണന്മാരൊക്കെ താമസിക്കണേ. ഏറ്റവും ഇളയ മകന് തറവാട് വീട് കൊടുക്കും, കുടുംബ വീട് കൊടുക്കും. അവൻ്റെ കൂടെ അപ്പനും അമ്മയൊക്കെ താമസിക്കും. ബാക്കി എല്ലാവരൊക്കെ സ്വന്തമായിട്ട് പോയി അവർക്ക് സ്വന്തമായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയി അവർ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ സ്വതന്ത്രമായി ജീവിച്ച് സമ്പാദിച്ചൊക്കെ പോകും. അപ്പം ഇവിടെ ഈ ഇളയ മകൻ്റെ കൂടെ താമസിക്കുന്ന അപ്പയ്ക്കും അമ്മയ്ക്കും ഈ മാറിപ്പോയ മക്കൾ വർഷത്തിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് വരുമ്പോൾ ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ കൊടുക്കും, കാറിലൊക്കെ ഒന്ന് കയറ്റും, പക്ഷെ ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പം ഇവരാര് വന്നാലും സാധാരണ ഈ കാരണന്മാർ പറയുന്ന സ്വഭാവമുണ്ട്, ഈ കൂടെ താമസിക്കണ മകനെക്കുറിച്ച് അങ്ങനെ നല്ലതെന്ന് പറഞ്ഞ് വളരെ അപൂർവമായിട്ട് കേട്ടിട്ടുള്ളൂ. നിങ്ങളൊക്കെ നല്ല ആൾക്കാരായിരിക്കും. ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറയണത്, ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ കേട്ട ഭൂരിപക്ഷം അഭിപ്രായത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ ഈ കൂടെ താമസിക്കുന്ന മകനെക്കുറിച്ചല്ല പറയുന്നത്. ഈ വർഷത്തിലൊരിക്കലും 2 വർഷം കൂടുമ്പോഴും വരികയും അവർക്ക് എന്തെങ്കിലും ചെറിയ പോക്കറ്റ് മണി കൊടുത്ത് അവർക്ക് ചെറിയ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് എന്തെങ്കിലും 2 ഉടുപ്പ് പുതപ്പൊക്കെ മേടിച്ചു കൊടുക്കുന്ന മക്കൾ, അവരെക്കുറിച്ച് ഇങ്ങനെ വാചാലനായി സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ ഇവന് ഇച്ചിരി പൈസ കുറവാണെങ്കിലും അമ്മയ്ക്കും അപ്പനും രോഗം വന്ന ആശുപത്രി കൊണ്ടുപോകും, അല്ലെ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, ആ മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനൊന്നും ഒരു വാല്യൂ അവർ കൽപ്പിക്കുന്നില്ല. സ്വന്തം അമ്മയപ്പനും തന്നെയാണ്. അവിടെ തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് സ്വന്തം അപ്പനും മക്കളും തമ്മിലുള്ള ആ ബന്ധത്തിൽ പോലും ഒരു വേർതിരിവ് പലപ്പോഴും കാണാനായിട്ട് സാധിക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സമഗ്രതയോടുകൂടി ആത്യന്തികമായി എന്താണ് നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്, ആരാണ് നമുക്ക് നൽകിയിട്ടുള്ളത്, നമ്മൾ ചിന്തിക്കാനായിട്ട് ഇന്നയോളം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മളൊക്കെ ഓരോ പൊസിഷൻ, ഓരോ പടിപടിയായിട്ട് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും കല്ലും മുള്ളും പറക്കാരെയും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ ഏതെങ്കിലും സന്ദർഭത്തിലൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളെല്ലാം ബോധപൂർവം അതിനെല്ലാം വിസ്മരിച്ചു പോകുന്നവരാണ്, ബോധപൂർവം അതിനെല്ലാം തമസ്കരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു തമ്പുരാൻ പറയുന്നത്, നിനക്കൊരു പാത്രം പച്ചവെള്ളമെങ്കിലും നീ ആർക്കെങ്കിലും കുടിക്കുവാൻ കൊടുത്താൽ അതിൻ്റെ ഫലം പോലും നിനക്ക് നഷ്ടമാകുകയില്ല. ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും നിനക്ക് കുടിക്കാൻ തന്നിട്ടുള്ളവനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഇടപെടുവാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത, കർത്തവ്യം നിനക്കുണ്ട് എന്ന് നീ വിസ്മരിച്ചു പോകരുത്. ആരുടെയും പരസഹായം കൂടാതെ ഞാനും നിങ്ങളും ആരും ഇന്നയോളം എത്തിയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ നമ്മളെ സഹായിച്ച എല്ലാവരും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആരുടെയെങ്കിലും സഹായമില്ലാതെ നമുക്ക് ഇന്നയോളം ജീവിക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ സമൂഹത്തോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ആ സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ആ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം, അത് നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ആ ദൈവസന്നിധിയിൽ നമ്മുടെ ഒരു വിളിയുടെ ഭാഗം. അതുകൊണ്ടാണ് കർത്താവ് യേശു തമ്പുരാൻ തൻ്റെ വചനം കേൾക്കുവാൻ കടന്നു വന്ന ആളുകൾക്ക്, ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ശിഷ്യന്മാരെ അതിനു മുമ്പ് കർത്താവ് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പറഞ്ഞയച്ച് അതെല്ലാം നിർവഹിച്ച് അവർ മടങ്ങി വന്ന് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ ബോധ്യപ്പെടുത്തി കർത്താവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിമിഷത്തിലാണ് കർത്താവ് അവരോട് പറയുന്നത്, ഈ ജനങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുപ്പീൻ. ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങും അവസാനിക്കുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തുടർന്നുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ
അത് പൂർണ്ണമായി നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചുവെന്നോ, പൂർണ്ണമായി നമ്മൾ അതിൽ വിജയിച്ചുവെന്നോ അല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കുമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷേ പരിശുദ്ധനായ പൗലോസ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം, അത് പൂർണ്ണമായ വിജയത്തിലെത്തണോ വേണ്ടോ എന്നുള്ളത് സർവശക്തനായ ദൈവം തമ്പുരാനാണ് തീരുമാനിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി നിർവഹിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കും. ആത്മാർത്ഥതയോടുകൂടി ഞാൻ അതിനെ ഏറ്റെടുക്കും, ആത്മാർത്ഥതയോടുകൂടി ഞാൻ അതിന് പ്രവർത്തിക്കും എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. വിജയം പരാജയങ്ങളൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ആത്മസംതൃപ്തിയോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ഈ ലോകത്തോട് യാത്ര പറയുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് കിലോമീറ്ററുകളാണ് അകലെയുള്ള ഒരു സ്ഥലത്ത് ഏതാണ്ട് ഒരു 10,000 കോടി രൂപ ബാങ്കിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്തു. നിങ്ങൾക്ക് പല സ്ഥലത്തും അറിയാം, പലർക്കും അറിയാമായിരിക്കും, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അവകാശികളില്ലാത്തതുകൊണ്ട്. സ്ഥലമൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ സ്ഥലമൊന്നും പറയുന്നതൊന്നും വലിയ ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എത്താവുന്ന സ്ഥലമാണ്, വാകത്താനും കൂടി പോയാൽ. അപ്പോ 10,000 കോടിയോളം രൂപ ബാങ്കിൽ കെട്ടിക്കിടന്നത് പ്രോപ്പറായ അവകാശികളില്ലാത്തത് കൊണ്ട് ഗവൺമെന്റ് എടുത്തു. കാരണം എന്താണ്? മക്കള് വിദേശത്താണ്, അവരിങ്ങനെ മാസാമാസം കുറച്ച് പൈസ ബാങ്കിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. അപ്പനും അമ്മയും വീട്ടിലാണ്, അവർക്ക് ഈ പൈസ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല. അവർക്ക് ഏക ആവശ്യമുള്ളത് മക്കളെ ഒന്ന് കാണണം, കൊച്ചുമക്കളെ ഒന്ന് കാണണം, അവരെ ഒന്ന് കൊഞ്ചിക്കണം, അവരെ ഒന്ന് സ്നേഹിക്കണം, 2 ഉമ്മയൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉള്ളൂ. പക്ഷേ പൈസ കൃത്യമായിട്ട് ബാങ്കിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അവരുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് മക്കൾ തിരിച്ചറിയുന്നില്ല. മക്കൾക്ക് എളുപ്പത്തിൽ അവരെ സ്നേഹിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് പണത്തെ കാണുകയാണ്. ആ പണം എന്ന് പറയുന്നത് നമുക്കൊരു ലിമിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ആത്യന്തിക കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു എന്താ പറയണേ, ഒരു കൊമേഴ്സ്യൽ ആയിട്ടാണ്. മാതാപിതാക്കളെ പോലും മക്കൾ കാണുന്നത് ഒരു കച്ചവട മനസ്ഥിതിയോട് കൂടിയിട്ടാണ്. അവർക്ക് ആവശ്യമുള്ളതിനെ അവർക്ക് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി നമുക്ക് എളുപ്പമുള്ളത് അവർക്ക് ചെയ്തു കൊടുത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മസംതൃപ്തി നമ്മൾ തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ആവശ്യം. അവിടെയൊക്കെ നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയർ. അതുകൊണ്ട് ആരും വിദേശത്ത് പോകണ്ടെന്നോ ജോലി ചെയ്യണ്ടെന്നോ ഇതൊന്നും അല്ലാട്ടോ പറയുന്നത്. അങ്ങനെ മൂരാശയായിട്ട് അതല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കുവാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. അത് പൂർണ്ണമായി എല്ലാവരെയും നമുക്കൊരു കാര്യം പറയുമ്പോൾ അതെല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആത്മാർത്ഥമായി നമ്മുടെ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു പരിശ്രമം എല്ലാ കാര്യത്തിലും അനിവാര്യമാണ്. ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ന്യൂനത അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിന് മുഖാന്തരമായി തീരുമെന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് കർത്താവിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ എന്താ ചോദ്യം എന്നറിയോ? സത്യം എന്നാൽ എന്ത്? കേട്ടിട്ടുണ്ടോ? പീലാത്തോസിന്റെ അരമനയിലെ കർത്താവിനെ വിസ്തരിക്കുകയാണ്. പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, എന്താണ് സത്യം? സത്യം എന്നാൽ എന്ത്? ഉത്തരം ഒന്ന് പറയോ? സാറിന് സ്കൂളിലൊക്കെ ചോദിക്കണ പോലെ വാട്ട് ഈസ് ട്രൂത്ത്, അല്ലെങ്കിൽ സത്യം എന്നാൽ എന്ത്? നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് കർത്താവ് യേശു തമ്പുരാനോട്
പീലാത്തോസ് ചോദിച്ച ചോദ്യമാണ്, എന്താണ് സത്യം? അതിന്റെ മറുപടി കേൾക്കാൻ പോലും പീലാത്തോസ് സന്നദ്ധനായില്ല. കർത്താവ് എന്താണ് മറുപടി? കർത്താവ് പറഞ്ഞ സത്യത്തിന് സാക്ഷ്യം നിൽക്കുവാൻ വേണ്ടി കടന്നു വന്നവനാണ്. അന്നേരം പീലാത്തോസ്, എന്താണ് സത്യം? നമ്മൾ ഈ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കറിയാം എത്ര തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലീഗൽ പ്രാക്ടീസിൽ പോയാൽ, നമ്മൾ ഒരു സിവിൽ കേസിലോ ക്രിമിനൽ കേസിലോ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീലന്മാർ ഡ്രാഫ്റ്റ് ചെയ്ത് കോടതിയിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്ര തരത്തിലാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഒരു സംഭവം, ആ ഒരു സംഭവത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ എത്രയോ വ്യത്യസ്തമായിട്ടാണ്. ഇപ്പൊ സാധാരണ തമാശയായിട്ട് പറയാറുണ്ട്, എന്താണ്, അമ്മായിയമ്മ സ്വന്തം മകളെ കുറിച്ച് പറയുന്നതും മരുമകളെ കുറിച്ച് പറയുന്നതും സ്ത്രീവിരുദ്ധ പരാമർശമൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറയരുത്. പറയുന്ന രണ്ട് ടോൺ നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാകും. മകളെ കുറിച്ച് പറയുമ്പോൾ അമ്മായിയമ്മ പറയും, എൻ്റെ മകൾക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടി, നല്ല സ്ഥലത്ത് കല്യാണം കഴിച്ചു വിട്ടു, അവൾക്ക് സുഖമാണ്, 10 മണി വരെ കിടന്നുറങ്ങാം, 2 വേലക്കാരുണ്ട്, ഭക്ഷണം കിട്ടും, കാര്യങ്ങൾ നടത്തും, അങ്ങനെയൊക്കെ വളരെ ഇതായിട്ട് പോകും. മരുമകളെ കുറിച്ച് പറയുമ്പോൾ അവള് 10 മണി വരെ കിടന്നുറങ്ങും, ഒരു പണിയും ചെയ്യൂല, അത് കഴിഞ്ഞിട്ട് ഒരു കെട്ടിയവനും മാപ്പിളയും കൂടി വണ്ടി എടുത്തുകൊണ്ട് പോകും, പുറത്ത് കറങ്ങി അടിച്ചു വരും. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു സത്യത്തെ നമ്മൾ പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. യൂദാസ് കറിയോത്ത് ആരെയാണ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്? തൻ്റെ ഗുരുവും ദൈവവുമായവനെ 30 വെള്ളിക്കാശിന് യഹൂദന്മാർക്ക് കാണിച്ചു കൊടുത്ത് അവനെ വിറ്റു. അതിന് തൊട്ട് മുമ്പ് എന്താണ് സംഭവിച്ചത്? കർത്താവിനോടുകൂടെ പന്തിഭോജനത്തിൽ പങ്കാളിയായിരുന്ന അവന്റെ കയ്യിൽ നിന്ന് അപ്പം മേടിച്ച്, അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ പുറത്തേക്ക് പോയി, അപ്പോൾ ഇരുട്ടായിരുന്നു. നമ്മൾ അപ്പം വാങ്ങി പുറത്തേക്ക് പോകുമ്പോൾ നമ്മിൽ ഇരുട്ട് ബാധിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇരുട്ട് ബാധിക്കുമ്പോൾ 30 കാശിന് വിൽക്കുവാനുള്ള ഒരു ചരക്കായി പലപ്പോഴും പലതും മാറ്റപ്പെടാറുണ്ട്. 30 വെള്ളിക്കാശിന് വിൽക്കുവാനുള്ളതിനേക്കാൾ അപ്പുറമുള്ള മൂല്യം നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും സംസ്കാരത്തിനും ജീവിതത്തിനും എല്ലാം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇന്ന് പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ഇത്രത്തോളം ഈ ലോകത്ത് നിലനിന്നിട്ടുണ്ട് എങ്കിൽ, നമ്മളിന്ന് ചെറുപ്പക്കാരോട് സംസാരിച്ചാൽ എല്ലാവരും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പലപ്പോഴും സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോകും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും. നമുക്ക് ആരുടെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. കർത്താവ് പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വായ്ക്കും വലിയ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ ഒരു നിയന്ത്രണം അവർക്കുണ്ടായിരുന്നു. എന്താണ്? തോട്ടത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം അത് കേവലം ഒരു റെഗുലേഷനാണ്, ഒരു നിയന്ത്രണമാണ്. ആ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ഏദൻ തോട്ടത്തിന്റെ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു.
നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ്. നമ്മളെല്ലാവരും കാർ ഓടിച്ചും ബൈക്കിനും ബസ്സിനും ഒക്കെ ആയിരിക്കും ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ബസ് ഓടിക്കുന്നവൻ ഇടത്തും വലത്തും അങ്ങനെ ബസ് ഓടിച്ച ബസ് പോകൂലേ? ഇപ്പൊ ഇവിടെ പുതുപ്പള്ളിയിൽ നിന്ന് വാകത്താനത്തിൽ പോകുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഈ ഓടിക്കണവൻ ഇങ്ങോട്ട് ഇടത്തോട്ട് ഓടിക്കും, പിന്നെ വലത്തോ ഇങ്ങനെ ഓടിച്ചാൽ അങ്ങ് പോകൂലേ? വണ്ടിക്ക് വല്ല കുഴപ്പം പറ്റുമോ? വണ്ടിക്കൊരു കുഴപ്പം പറ്റൂല. ഒരു നിയന്ത്രണത്തിൽ വാഹനം ഓടിക്കുന്നവർ ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കണം എന്ന് പറയുന്നതാണ്. അതൊരു നിയമമാണ്. ആ നിയമം എന്തിനു വേണ്ടിയിട്ടാണ്? അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിയമം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുമുണ്ട്, ഇല്ലേ? ഇപ്പൊ നമ്മളെ ഒരു ഓപ്പറേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ നമ്മളെ എടുത്തുകൊണ്ട് പോയിട്ട് ആ കാലം കെടുത്തിട്ട് കത്തിയും കെടുത്ത് കീറിയിട്ട് അങ്ങനെയാണോ ഹോസ്പിറ്റലിൽ സർജറി ചെയ്യണേ? ആണോ? അപ്പോൾ പ്രൊസീജിയർ ഉണ്ട്, അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ വരാൻ പറയും. അത് തന്നെ നമുക്ക് അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എത്ര മണി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കരുതെന്ന് പറയും. ഇത്ര സമയം കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് നമുക്ക് അനസ്തേഷ്യ തന്നെ എത്ര തോതിൽ അനസ്തേഷ്യ എല്ലാം BP നോക്കും. അങ്ങനെ എന്തോ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടല്ല ചെറിയൊരു മുഴ വന്ന് കീറാൻ വേണ്ടി പോലും ഇത്ര പ്രൊസീജിയർ ഇല്ലേ? നമ്മൾ ഡോക്ടറോട് ഏതൊന്നും വേണ്ട ഡോക്ടറെ, ആ കത്തിങ്ങെടുത്ത് കീറിക്കുക അങ്ങോട്ട് എനിക്ക് പോകണം, അങ്ങനെ പറ്റുമോ? എവിടെയെങ്കിലും ഏതെങ്കിലും ആശുപത്രി പറ്റുമോ? അപ്പൊ ചെറിയൊരു കാര്യത്തിന് പോലും അതിൻ്റെതായിട്ടുള്ള ചില ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും നടപടികളും ഉണ്ട്. പക്ഷെ നമുക്കിന്ന് അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വളയമില്ലാതെ നമുക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം ഇന്നത്തെ സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്നു. അങ്ങനെ രൂഢമൂലമായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമുക്ക് കഴിവുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്കത് ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് വിധത്തിലും ജീവിക്കാൻ എനിക്ക് സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ പരിമിതികളെ കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമുക്കറിവുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ കേവലം നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിവ് നമുക്കുണ്ടോ? നമ്മുടെ തലയിലുള്ള മുടിയുടെ എണ്ണത്തെക്കുറിച്ച് നമുക്കറിയാമോ? അറിയാമോ? കണ്ണിലുള്ള പീലി അതിൻ്റെ എണ്ണമെങ്കിൽ നമുക്കറിയാമോ? പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ പോയി എണ്ണി നോക്കിയിട്ട് പറ്റി പറയരുത്. പെട്ടെന്ന് ചോദിച്ചു, ഇവിടെ അറിയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ആകാശത്തിൽ ഇത്ര നക്ഷത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാമോ? അറിയാൻ പാടില്ല. പുതുപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് വിരിച്ചാണ് കല്ലിന്റെ എണ്ണം ചോദിച്ചാൽ അറിയാമോ? ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മുടെ ആളുകളെല്ലാവരും പറഞ്ഞു വലിയ അറിവും നമുക്കുണ്ട്, പാണ്ഡിത്യമുണ്ട്, ദൈവം ഒന്നും സാധനമില്ല, പള്ളി പോകേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഇത്രയും പ്രാർത്ഥനകളും ഇത്രയും കുർബാനകളും എന്നും കാണുന്ന അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നും കാണുന്ന കുർബാനയും പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് എന്ത് വിശേഷമാണ് ഉള്ളതെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട, ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ടൈറ്റാനിക് എന്ന് പറഞ്ഞ കപ്പല് ചില ആൾക്കാർ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ടൈറ്റാനിക് കപ്പൽ എന്താ മുങ്ങിയെന്നറിയോ? 1912 1912 അന്നാണ്ട് 2225 ആൾക്കാർ കൊള്ളാവുന്ന അന്നത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക്. ഈ ടൈറ്റാനിക് യാത്ര ആരംഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. യാത്ര ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഈ കപ്പലിന് ഒന്നും സംഭവിക്കില്ല, ദൈവം വിചാരിച്ചാലും ഒന്നും സംഭവിക്കില്ല. അത്രമാത്രം സ്ട്രോങ് ആയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. യാത്ര ആരംഭിച്ചു. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ കപ്പൽ യാത്ര ചെയ്യുകയാണ്. ഏതാണ്ട് 6-7 പ്രാവശ്യം വാണിംഗ് കിട്ടി, അപകടമുണ്ട്, കടലിലൂടെ ഐസ് കട്ട ഒഴുകി വരുന്നുണ്ട്, സൂക്ഷിക്കണം. ഇദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാൽ ഈ കപ്പലിന് ആർക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. എന്ത് സംഭവിച്ചു? ആ കപ്പൽ 1912 ഏപ്രിൽ മാസത്തിൽ 14-ാം തീയതി അർദ്ധരാത്രി തകർന്ന് തരിപ്പണമായി.
ഈ 2023 അത് 100 വർഷം 150 വർഷം മുമ്പുള്ള കാര്യം. 2023 അതിന് 3 വർഷം മുമ്പ് ഈ കപ്പൽ കാണാൻ ലോകത്തിലെ പ്രമുഖരായ 5 പേര് പോയി. നിങ്ങൾ പത്രത്തിലൊക്കെ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 5 പേര് ഈ കപ്പൽ കാണാൻ പോയി ഒരു പേടകത്തിൽ. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതായത് ഈ ടൈറ്റാനിക് കപ്പൽ ഇപ്പോഴും കടലിൻ്റെ അടി കിടപ്പുണ്ട്. ആ കപ്പൽ കാണാൻ വേണ്ടി ടൂർ നടത്തുന്ന ആൾക്കാരുണ്ട്. അവർ നടത്തുന്ന പേടകത്തിലാണ് ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു പര്യവേക്ഷണ പേടകത്തിൽ അവർ പോയി. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ പോയ മദർഷിപ്പിൽ നിന്ന് കണക്ഷൻ വിട്ടുപോയി. ലോകം മുഴുവൻ ഇങ്ങനെ വീർപ്പടക്കി ശ്വാസമടക്കി കാത്തി ഇവർക്ക് എന്ത് സംഭവിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്, അതികോടീശ്വരന്മാരാണ്, സമ്പന്നരാണ്. അവർ ഈ ടൈറ്റാനിക് കപ്പൽ കാണാൻ വേണ്ടി 5 പേർക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതിലേക്ക് ഇത്ര ദിവസത്തേക്കുള്ള ഓക്സിജനും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു വിവരമില്ല, ഇത് എങ്ങോട്ടാ പോയെന്ന് ഒരു വിവരം ആർക്കും കിട്ടുന്നില്ല. ലോകം മുഴുവനുള്ള നേവിയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. ഇന്നും അവർക്ക് എന്നെ സംഭവിച്ചെന്ന് കൃത്യമായ ധാരണയൊന്നുമില്ല. പിന്നെ ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊട്ടിത്തെറിച്ചു എന്നും അവർ മരിച്ചുപോയി എന്നും ഒരു നിഗമനത്തിൽ നമ്മളങ്ങ് എത്തി. 3 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വലിയ ഒരു ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ 3 വർഷം മുമ്പ് നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചത്. ഇനി ഒരു 12 വർഷം മുമ്പ് 2014 മലേഷ്യയിലെ കൗള എയർപോർട്ടിൽ നിന്ന് ഒരു വിമാനം പറന്നു പോയി അങ്ങോട്ട് ചൈനയിലേക്ക്. ആ വിമാനം ഇന്നും കണ്ടുകിട്ടിയിട്ടില്ല. അറിയാമോ? ഇന്നും കണ്ടുകിട്ടിയിട്ടില്ല. അപ്പൊ ഒരു വിമാനം പറന്നു പോകുമ്പോൾ എത്രമാത്രം റഡാറുകളുടെ സംവിധാനത്തിലാണ് പോകുന്നത്. മലേഷ്യയിൽ നിന്ന് പറന്ന് എത്ര ആളുകളെ കൊണ്ട് പോയ വിമാനം കണ്ടുകിട്ടിയിട്ടില്ല. എവിടെ പോയി? ഈ 2 വർഷം മുമ്പാണ് ഏതാണ്ട് 6.4 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ വനത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ വിമാനം അവിടെ വീണു. ആ വിമാനത്തിൽ ഒരപ്പനും അമ്മയും ഏതാണ്ട് 4 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും പൈലറ്റൊക്കെ മരിച്ചു വീണു. ആമസോൺ വനം എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പുകളും മറ്റ് മൃഗങ്ങളും ഒക്കെയുള്ള വനത്തിന്റെ നടുക്കാണ് ഈ സംഭവം. നിങ്ങൾ പത്രത്തിൽ വായിച്ചു നോക്കിയാൽ മതി, അല്ലെ ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റൂ കേട്ടോ. 40 ദിവസത്തിന് ശേഷം ആ കുഞ്ഞുങ്ങളെ കണ്ടുകിട്ടി. ആ കുഞ്ഞുങ്ങളുടെ പ്രായം ഏതാണ്ട് 1 വയസ്സും 6 വയസ്സും 9 വയസ്സും 11 വയസ്സും കണ്ടാണ്. ഇത്രയും പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഘോര വനത്തിന്റെ ഉള്ളിൽ ഹിംസ്ര ജന്തുക്കളുടെ മധ്യത്തിൽ അമ്മയും അപ്പനും ഒന്നുമില്ലാതെ 40 ദിവസം സർവൈവ്. ലോകം തന്നെ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ടു എങ്ങനെയാണ് അവര് ഈ ഘോരവനത്തിന്റെ ഉള്ളിൽ അതിജീവിച്ചത്. ഈ 2 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അവിടെയാണ് മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ ശക്തിയും അവന്റെ ശേഷിയും അവന്റെ ശ്രേയംസിയും പരിമിതമാണ്, ലിമിറ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർവശക്തനായ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നിടത്ത് വൻ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ്. അത് പരിപൂർണമായി വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുവാൻ നമ്മുടെ കൂടുവരവുകൾ നമുക്ക് സാധിക്കണം. കടുകുമണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ എന്താണ് കടുകുമണിയുടെ പ്രത്യേകത? കടുകുമണി വളരെ തിക്കാണ്. ചെറിയ സാധനമാണെങ്കിലും അത് വളരെ തിക്കായിട്ടുള്ള ഉറപ്പുള്ള സാധനമാണ്. നമ്മുടെ വിശ്വാസം പേടില്ലാത്തതാകണം, നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതാകണം, നമ്മുടെ വിശ്വാസം ശക്തമാകണം. ആ ഉറപ്പുള്ളതും പേടില്ലാത്തതും ശക്തവുമായ വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈ താൽക്കാലികമായിട്ടുള്ള ജീവിതം, ഹ്രസ്വകാലം മാത്രം നീണ്ടു നിൽക്കുന്ന ജീവിതം, ദൈവം ഭരമേൽപ്പിച്ച ജീവിതം, ദൈവത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ഈ ജീവിതം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാനും ദൈവം നമ്മെ കുറിച്ച് തീരുമാനിച്ചിരിക്കുന്ന ആ വലിയ പദ്ധതിക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞാൻ പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് സമാധാനം, അവിടെയാണ് സംതൃപ്തി,
അവിടെയാണ് സൗഖ്യം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉള്ള സമാധാനത്തെ നമ്മൾ മറ്റിടങ്ങളിൽ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. നമുക്കുള്ളിലുള്ള സൗഖ്യത്തെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ തേടുകയാണ്. നമ്മിൽ തന്നെയുള്ള സംതൃപ്തിയെ നമ്മൾ മറ്റിടങ്ങളിൽ നിന്ന് സ്വായത്തമാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത്. ബ്രഹ്മം അത് നിന്റെ ഉള്ളിൽ തന്നെയാണ്, നീ തന്നെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ 3:16 നാം വായിക്കുന്നു. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ആ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ശക്തിയുള്ള ആത്മാവാണ്, ബലമുള്ള ആത്മാവാണ്, സർവ്വതും സാധ്യമാക്കുന്ന ആത്മാവാണ്. ആ ആത്മാവിൽ നിറവുള്ളവനായി നമുക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുമ്പോൾ നമ്മൾ നിശ്ചയിച്ചിട്ടോ നമ്മൾ തീരുമാനിച്ചിട്ടോ നമ്മൾ സങ്കല്പിച്ചിട്ടോ. ഇന്നലെ ആസാമിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ഇവിടെ 2018 നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. 2019 കൊറോണ ഉണ്ടായി. ഇതൊന്നും നിഷേധിക്കുവാനോ നിയന്ത്രിക്കുവാനോ തടയിടുവാനോ നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ സാമർഥ്യത്തിനോ സാധിക്കുമോ? ഇവിടെ സുനാമി ഉണ്ടായില്ലേ, ഓഖി ഉണ്ടായില്ലേ? ഇതിനെയൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യാൻ സാധിച്ചു? മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ, അവന്റെ തലച്ചോറും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവൻ ദൈവത്തെ കവച്ചു വെക്കുവാനും ദൈവത്തെ അളക്കുവാനും അവൻ അസാധ്യനാണ്, അശക്തനാണ്. ആ പരിമിതമായിട്ടുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുകയും തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമാകുന്നത്, നമ്മുടെ കൂടിവരവുകൾ ശക്തമാകുന്നത്, നമ്മുടെ കൂടിവരവുകൾ അനർത്ഥമാകുന്നത്, നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.